ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എഡ്യൂഷൻ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനസ്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ബാംഗ്ലൂർ വരുന്ന SV ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ കോളേജിലെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ധാരാളം സ്റ്റുഡൻസ് എൻ്റെ വീഡിയോ കണ്ടിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അവരെ നേരിട്ട് കണ്ടിട്ട് കോളേജിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ അവരുടെ അഭിപ്രായങ്ങളും എല്ലാം ചോദിച്ചറിയാം. From SV Institution. I am from SV Institutions. I am from SV Institutions. I am from SV Institution. 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 നമുക്ക് ആദ്യം ഇവിടുത്തെ മാമിന്റെ അടുത്ത് കോളേജിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ അടുത്ത് സംസാരിക്കുന്ന പെർമിഷൻ ചോദിക്കും. ഞാൻ നമ്മുടെ കോളേജിന്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, യൂട്യൂബിലാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ സ്റ്റുഡൻസിന്റെ അടുത്ത് അതിന്റെ അഭിപ്രായം, പിന്നെ കോളേജിനെ പറ്റിയുള്ള അഭിപ്രായം ഒന്നുകൂടി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പേര് നല്ല കോളേജാണ്. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ ഫെസിലിറ്റീസും ഉള്ള എല്ലാത്തരം കുട്ടികൾക്കും പഠിക്കാൻ പറ്റിയ ഒരു ഫ്രണ്ട്ലി നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോളേജാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇവിടെ അലീന മാം അതുപോലെ ദിയ മാം കണ്ടിട്ടുണ്ടായിരുന്നു. അവരിപ്പോ പോസ്റ്റിംഗ് പോയിട്ടാണ് കുട്ടികളോട്. പോസ്റ്റിംഗ് എവിടെയാണ്? പിന്നെ അതുകൊണ്ട് പോസ്റ്റിംഗ് ഒക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത്? എല്ലാ ബാച്ചിലുള്ള കുട്ടികൾക്ക് സെക്കൻഡ് സെമ്മിൽ നിന്നാണ് പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സെമ്മിൽ എല്ലാ കുട്ടികൾക്കും തിയറി ക്ലാസ്സുകൾ, അവർക്ക് ആദ്യം എന്താണ് ഹോസ്പിറ്റലിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. രണ്ടാമത്തെ സെമ്മ് തൊട്ട് അവർക്ക് പോസ്റ്റിംഗ് വരെ വിടുന്നതും അവർക്ക് മോർണിംഗ് ഈവനിങ് അങ്ങനെയായിട്ടാണ് ഡ്യൂട്ടീസ് വരുന്നത്. കൂടെ മാംസും ഉണ്ടാവും. അവർക്ക് എല്ലാ ഫെസിലിറ്റീസിനും അവരുടെ ഒപ്പം നിന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ മാംസ് ഉണ്ടാവും. പിന്നെ എല്ലാ സെക്ഷനുകളിലും അവർക്ക് ഡ്യൂട്ടി ഇടുന്നുണ്ട്. വീക്കെൻഡിൽ അവരുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് മാറ്റാറുണ്ട് മറ്റ് സെക്ഷനുകളിലേക്ക്. നൈറ്റ് ഷിഫ്റ്റ് അതെ, ഇവിടെ എല്ലാം എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ്. പ്രത്യേകമായിട്ട് എല്ലാ സബ്ജക്റ്റുകളും എടുക്കാൻ എല്ലാത്തരം സ്റ്റാഫുകൾ അവൈലബിൾ ആണ്. എല്ലാ ക്ലാസ്സുകളും കുട്ടികൾക്ക് കിട്ടാറുണ്ട്. അത് മാത്രമല്ല, ക്ലാസ്സുകളല്ലാതെ റിവിഷൻ ക്ലാസ്സുകളുണ്ട്, പ്രാക്ടിക്കൽ ക്ലാസ്സുകളുണ്ട്, റീഡമോ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ നമ്മൾ അവരെ പഠിപ്പിച്ച് അവരതിൽ പഞ്ച്വലായിട്ട് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് അവരെ നമ്മൾ പോസ്റ്റിംഗിനൊക്കെ വിടുന്നത്. എക്സാമിന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡേറ്റ് തരുന്നതിന് ഒരു മാസം മുമ്പ് തൊട്ട് ഞങ്ങൾ അവർക്ക് റിവിഷൻ ക്ലാസ്സുകളുടെ യൂണിറ്റ് എക്സാമുകൾ, ഇന്റർണൽ ടെസ്റ്റ് ഒക്കെ നടത്താൻ തുടങ്ങും. അവർക്ക് അതിന്റെ പേര് പോയി എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടുകളും സ്റ്റാഫുകളിൽ നിന്നും കിട്ടുന്നുണ്ട്. പിന്നെ ലോകം സാറായാലും സംസാരിക്കാൻ കുട്ടികളുടെ അടുത്ത് എല്ലാ ദിവസങ്ങളിലും. സാർ നല്ല ഫ്രണ്ട്ലിയാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നതായാലും സംസാരിക്കുന്നതായാലും അവർക്ക് വളരെ ഫ്രീലി ആയിട്ട് വന്ന് സംസാരിക്കാൻ സാധിക്കും. അങ്ങനെ റൂഡായിട്ടുള്ള ഒരാളല്ല. പിന്നെ ഇവിടുത്തെ പാസ് പെർസെന്റേജ് ഒക്കെ എങ്ങനെയാണ് എക്സാം? ഇവിടെ 99% കുട്ടികൾ പാസ്സാണ്. അങ്ങനെ ഫെയിൽ ആകുന്ന കുട്ടികൾ വളരെ കുറവാണ്. അതെ അതെ. ഇവിടെ ഔട്ടിംഗ് എങ്ങനെയാണ്?
കുട്ടികൾക്ക് മന്ത്ലി ട്വൈസ് ആണ്, 2 വട്ടമാണ് അവർക്ക് ഔട്ടിംഗ് ഉള്ളത്. ടീച്ചർമാരും ഉണ്ടാവും അവരുടെ കൂടെ പോയി വരുന്നതിന്. അവർക്ക് ട്രാവൽ ചെയ്യാൻ ബസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോ അവർക്ക് എവിടെ ഇങ്ങനെ ബൈ ചെയ്യണമെങ്കിലും ടീച്ചേഴ്സിന്റെ സാന്നിധ്യത്തിൽ അവർക്ക് വാങ്ങാനും പോയി വരാനും പറ്റുന്നു. ക്ലാസ് എടുക്കുന്ന ഇംഗ്ലീഷാണ്. അപ്പോ കേരളത്തിലെ സ്റ്റുഡൻസിന് ഭൂരിഭാഗം സ്റ്റുഡൻസ് ഇംഗ്ലീഷ് ഒരു പേടിയാണ് സംസാരിക്കുന്നത്. അപ്പൊ അതിന് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ്? ഉണ്ട്. കാരണം ഇപ്പൊ അവർക്ക് മനസ്സിലാകത്തില്ലാത്ത തരത്തിലുള്ള ഇംഗ്ലീഷുകൾ യൂസ് ചെയ്യാറില്ല. അതായത് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇൻ കേസ് അവർക്ക് മനസ്സിലാകാതിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ എളുപ്പത്തിൽ വന്ന് ഞങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും സാധിക്കും. അവർക്ക് മനസ്സിലാകാത്ത എല്ലാ ക്ലാസ്സുകളിൽ തന്നെ 2ാമത് ഒരു വട്ടം അവർക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. ഒരിക്കലും അവർക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ വിട്ട് കളയില്ല. ഞങ്ങൾ അവർക്ക് ക്ലാസ് റിപ്പീറ്റഡ് ആയിട്ട് എടുത്തു കൊടുക്കും. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ മലയാളമാണെങ്കിൽ മലയാളി മാംസ് ഉണ്ട്, അവരായാലും അവൈലബിൾ ആണ്. അവർക്ക് എപ്പോ വേണമെങ്കിലും ഈ പീരീഡ് സംസാരിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. പുതിയ സ്റ്റുഡൻസ് വരുന്നുണ്ടല്ലോ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞിട്ട് അവരുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് സ്റ്റുഡൻസ് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. എനിക്ക് അവരുടെ അടുത്ത് കുറച്ച് ഡീറ്റെയിൽസ് കോളേജിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്ത പോലെയാണ് എന്നുള്ള കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചാണ്. അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കണം. അപ്പോൾ അതിന് പ്രസിഡന്റ് പെർമിഷൻ വേണം. നിങ്ങളുടെ സ്റ്റുഡൻസിനെ പറയാൻ അവിടെ നിന്ന് അറേഞ്ച് ചെയ്തു. ഇപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ വർഷം ഇവിടെ അഡ്മിഷൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് കൂടെ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. ഹായ്. അപ്പോ കഴിഞ്ഞ വർഷങ്ങളെല്ലാം ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ വർഷം വീഡിയോ ചെയ്യുന്നുണ്ട് യൂട്യൂബില്. അപ്പോൾ കോളേജിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരുടെയും പേരെന്ന് ശ്രേയ, അതുല്യ, അനന്യ, പ്രിയ, നോവ, ഗായത്രി, ശ്രേയ, ആര്യ. ഓക്കെ. അപ്പോ എങ്ങനെയുണ്ട് കോളേജൊക്കെ? എങ്ങനെയുണ്ട് കോളേജൊക്കെ അടിപൊളിയായി. ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം അഡ്മിഷന് പ്ലസ് ടു കഴിഞ്ഞ അഡ്മിഷൻ നോക്കിയ സമയത്ത് യൂട്യൂബിൽ ഇങ്ങനെ നോക്കുമല്ലോ, അപ്പൊ കണ്ടത് ഈ വീഡിയോ ആണ്. അങ്ങനെയാണ് കോളേജിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പൊ നോക്കുമ്പോ ഫീസ് സ്ട്രക്ചർ ഒക്കെ അത്യാവശ്യം നമ്മൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒക്കെയാണ്, ഫ്രണ്ട്ലി ആണ് ടീച്ചേഴ്സ് ഒക്കെ. ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ട്? ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ ഓക്കെയാണ്, എല്ലാവരുമായിട്ട് അഡ്ജസ്റ്റബിൾ ആണ്, അറ്റ്മോസ്ഫിയർ ആയാലും ഓക്കെ. അതുപോലെ ഫുഡൊക്കെ എങ്ങനെയാണ്? ഫുഡൊക്കെ ഓക്കെയാണ്, എല്ലാം നല്ല ഫുഡാണ്. ഇന്നിപ്പോ കടലക്കറിയും സാമ്പാറും രസവും അച്ചാറൊക്കെ ആയിരുന്നു. നിങ്ങളുടെ വീക്കിലി ഫുഡൊക്കെ എങ്ങനെയാണ്? നോൺ വെജ് ഉണ്ടോ? വീക്കിലി നോൺ വെജ് 2 ദിവസം കിട്ടുന്നുണ്ട്. ചൊവ്വാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസമാണ് ഞങ്ങൾക്ക് നോൺ വെജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചൊവ്വാഴ്ച ദിവസം പൊറോട്ട, ചിക്കൻ കറി. വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾക്ക് ഒന്നെങ്കിൽ ബിരിയാണി റൈസ് ആയിരിക്കും, എന്തെങ്കിലും ചിക്കൻ ഉണ്ടാവും. 2 ദിവസം ചിക്കൻ. ടീച്ചിങ് ഒക്കെ എങ്ങനെയാണ്? ടീച്ചിങ് ഒക്കെ അടിപൊളിയാണ്, എല്ലാം മനസ്സിലാക്കിയാലും ഇന്റേണൽ എക്സാം ഒക്കെ നടത്താറുണ്ട്. സെം എക്സാമിന് മുന്നേ 3 ഇന്റേണൽ എക്സാം ഉണ്ട്. എത്ര ഇന്റേണൽ എക്സാം കഴിഞ്ഞു? 2 ഇന്റേണൽ കഴിഞ്ഞു. പിന്നെ അതുപോലെ നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾക്ക് എത്ര കൾച്ചേഴ്സ് പ്രോഗ്രാംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്? ഏതൊക്കെയായിരുന്നു? സീനിയേഴ്സിന്റെ ഫാമിലി പാർട്ടി, പിന്നെ ഫ്രഷേഴ്സ് പാർട്ടി. അപ്പോ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോയില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ലാബിന്നൊക്കെ. ലാബൊക്കെ എങ്ങനെയുണ്ട്? ലാബ് അടിപൊളിയാ. അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. സാധാരണ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഞങ്ങൾക്ക് ഡെമോ കാണിച്ചു തരുന്നുണ്ട് അതൊക്കെ ഞങ്ങളുടെ ലാബിലുണ്ട്. വീക്കെൻഡ് ട്വൈസ് ഞങ്ങൾക്ക് ലാബിൽ കൊണ്ടുപോയിട്ടാണ് ഞങ്ങളുടെ ഡെമോ ക്ലാസ് ചെയ്യുന്നത്. നിങ്ങള് ഇവിടെ വന്നതിന് ശേഷം നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു? നാട്ടില് 2 പ്രാവശ്യം പോയിരുന്നു. 2 ലീവ് കിട്ടേണ്ടായിരുന്നു. ക്രിസ്മസിന് ലീവ് ഉണ്ടായിരുന്നു, പിന്നെ വേറെ ലീവ് കൂടെ കിട്ടുമായിരുന്നു, ഫെസ്റ്റിവലിന്. എവിടുന്ന് പോവാൻ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായിരുന്നു? ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റി. പിന്നെ പാരന്റ്സിനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ലീവ്. അപ്പൊ അതും കൊണ്ടുവന്ന് എല്ലാരും ഓക്കെ ആയിട്ടാണ് പോയത്. കുഴപ്പമൊന്നുമില്ല, ട്രാവലൊന്നും വലിയ ഇഷ്യൂ ഇല്ല. അതുപോലെ നിങ്ങളിവിടെ ഫസ്റ്റ് ടൈം വന്നോണ്ട് ലാംഗ്വേജ് ഇഷ്യൂസ് ആണ്? ലാംഗ്വേജിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ വന്ന ഫസ്റ്റ് മന്ത് കന്നഡയും ഇംഗ്ലീഷും ഞങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യിപ്പിച്ചായിരുന്നു. പിന്നെ വല്ല ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മലയാളം ടീച്ചേഴ്സ് ഉണ്ട്, അവര് പറഞ്ഞുതരും. പിന്നെ ക്ലാസ് ഫുൾ ഇംഗ്ലീഷിലാണ്, വലിയ കുഴപ്പമില്ല. ആർക്കെങ്കിലും ഇവിടെ വന്നിട്ട് ലാംഗ്വേജ് മനസ്സിലാകാത്ത എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ? പഠിക്കുന്ന മെജോറിറ്റി സ്റ്റുഡൻസും എവിടെയുള്ള സ്റ്റുഡൻസ് ആണ്? മലയാളിയാണ്. വേറെ സ്ഥലങ്ങളിലെ സ്റ്റുഡൻസ് ഉണ്ടോ? നിങ്ങൾ അവർക്ക് ലാംഗ്വേജ് പഠിക്കാറുണ്ടോ? അവര് ഞങ്ങളുടെ ലാംഗ്വേജ് പഠിക്കും. മലയാളം പഠിച്ചു. നിങ്ങളോ?
കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് ഇതില് ആർക്ക് എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നത്? എല്ലാവരും എഡ്യൂക്കേഷൻ ലോൺ കൊടുത്തായിരുന്നു. എഡ്യൂക്കേഷൻ ലോണിന്റെ പേപ്പേഴ്സ് എല്ലാം കോളേജിന് എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷൻ ആയോ? ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ സെമിസ്റ്റർ എക്സാം ആണ്. എപ്പോഴാണ് സെമിസ്റ്റർ എക്സാം വരുന്നത്? ഏപ്രിലാണ് വരുന്നത് അല്ലേ? അതിന് ക്ലാസ് എല്ലാം എടുത്തു കഴിഞ്ഞാണ് ഓൾമോസ്റ്റ് പോർഷൻ തന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലാ സബ്ജക്ട് എടുക്കാൻ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ടല്ലോ. ടീച്ചേഴ്സ് നമുക്ക് നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് നിൽക്കുന്നതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടാണ് ഫേസ് ചെയ്യുന്നുണ്ടോ? വന്ന സമയത്ത് കുറച്ച് അഡ്ജസ്റ്റ് ആവാനായിട്ട് ടൈം എടുത്തു. ഇപ്പൊ ഓക്കെ, ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എല്ലാവരും ഒരേ വൈബ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇനി വേറെ എന്തെങ്കിലും കോളേജിനെ പറ്റിയിട്ട് കൂടെ പറയാൻ എന്തെങ്കിലും ഉണ്ടോ? മാംമാരൊക്കെ അടിപൊളിയാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാ. നമുക്കൊന്ന് പോയി ചോദിക്കാൻ എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ആകുമ്പോൾ നേഴ്സിംഗ് ആണ്, അപ്പോൾ പേടി ഉണ്ടാകത്തില്ല ടീച്ചേഴ്സിനെ ഒന്ന് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ടീച്ചേഴ്സൊക്കെ നമ്മളെ ഫ്രണ്ട്സിനെ പോലെയാണ്. നമ്മൾ എന്തുണ്ടെങ്കിലും അവർ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യും. ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഇന്ററാക്റ്റീവ് ക്ലാസ് ആണ്, കുഴപ്പമൊന്നുമില്ല. ക്ലാസ് ഫുൾ ഇംഗ്ലീഷിലാണ്. ക്ലാസ് ഫുൾ ഇംഗ്ലീഷിലാണ്, എന്നാലും ആ ഇംഗ്ലീഷ് വലിയ ഇംഗ്ലീഷ് ഒന്നുമല്ല, നമുക്ക് അത് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിലാണ്. ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു സ്റ്റുഡന്റ് ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇല്ല, ക്ലാസ്സിൽ ഇവിടെ വരുമ്പോ ശരിയാവും. ഫ്രണ്ട്സ് ഒക്കെ അതുപോലെ നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം റാഗിങ് കിട്ടിയിട്ടുണ്ട്? ഇപ്പൊ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് സീനിയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ കോളേജിലല്ല, ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് സീനിയേഴ്സും ജൂനിയേഴ്സും സെപ്പറേറ്റഡ് ആയിട്ട് ഹോസ്റ്റൽ. അത് സീനിയേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ കമ്പനി എങ്ങനെ? ഓക്കെയാണ്. അവര് ചേച്ചിമാരാണെങ്കിലും ഇവിടെ വന്ന സമയത്ത് അവര് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ടീച്ചേഴ്സിനോടൊന്നും ചോദിക്കാൻ പറ്റില്ലെങ്കിൽ അല്ലാത്ത ഹോസ്റ്റലിൽ ഒരു ഓറിയന്റേഷൻ കിട്ടാൻ വേണ്ടി ചോദിച്ചാൽ അവര് മാന്യമായിട്ട് നല്ല രീതിയിലാണ് നിൽക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. അപ്പോ സീനിയേഴ്സ് ഒക്കെ പോസ്റ്റിംഗ് പോകുന്നില്ല. അപ്പോ അവര് അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അതോ അടിപൊളിയാണെന്നാണ് ചേച്ചിമാര് പറഞ്ഞത്. എനിക്കിനി അടുത്ത സെമ്മില് കിട്ടും. ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് അവര് പോസ്റ്റിംഗ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. പിന്നെ എന്തായാലും ഇവിടെ എല്ലാവരും ഹാപ്പി തന്നെയല്ലേ? ഫുഡായാലും പിന്നെ അതുപോലെ തന്നെ ടീച്ചിങ് എല്ലാം ഓക്കെ തന്നെ. നമ്മളെ കഴിഞ്ഞ വീഡിയോ കണ്ടതുപോലെ തന്നെ അല്ലേ ഇവിടെ വന്നിട്ട് ഫീൽ ആയിട്ടുള്ളത്? അപ്പൊ താങ്ക് യു, ഇത്രയും ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നതിന്. അപ്പോൾ ഇത്രയൊക്കെയാണ് എസ് വി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിശേഷങ്ങൾ. ഇവിടെ വന്ന് സ്റ്റുഡൻസ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇവിടുത്തെ മാമായിട്ട് സംസാരിച്ചു. അതുപോലെ തന്നെ ഞാൻ മുന്നേ ഈ കോളേജിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോയിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. കോളേജിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ വരുന്ന കോഴ്സ് എന്ന് പറയുന്നത് GNM, അതുപോലെ തന്നെ BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, പിന്നെ അതുപോലെ തന്നെ MSc നഴ്സിംഗ്. ഇത്രയധികം കോഴ്സുകളാണ് വരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കോളേജിൽ അഡ്മിഷനോ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യും. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.